ഓർഗനൈസ് യുവർ ലൈഫ് ബിഫോർ ഇറ്റ് ഈസ് ലേറ്റ്. നാളെ ചെയ്യാനായി മാറ്റിവെക്കുന്ന ഓരോ കാര്യവും നിങ്ങളുടെ നാളെയെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം 24 മണിക്കൂർ തികയാതെ വന്നിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ എന്തിനോ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഓഫീസ് ഫയലുകൾ, തീർപ്പാക്കാത്ത ബില്ലുകൾ, മറുപടി പറയേണ്ട ഇമെയിലുകൾ, കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയം, അങ്ങനെ എല്ലാ വശത്തു നിന്നും ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകും. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന 6 അധ്യായങ്ങൾ ഇതിനുള്ള പരിഹാരമാണ്. അധ്യായം 1, ദി മൈൻഡ് സെറ്റ് ഓഡിറ്റ്. മാറ്റത്തിന്റെ ആവശ്യകത തിരിച്ചറിയൽ. റെക്കഗ്നൈസിംഗ് യുവർ നീഡ് ഫോർ ചേഞ്ച്. വിജയകരമായ ഒരു ദിവസത്തിലേക്കുള്ള ആദ്യ പടി കഠിനാധ്വാനമല്ല, മറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കൃത്യമായി വിലയിരുത്തുക എന്നതാണ്. ഇതിനെയാണ് നമ്മൾ മൈൻഡ് സെറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാൻ ഓഡിറ്റിംഗ് നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സമയവും ഊർജവും എങ്ങോട്ടാണ് ചോർന്നു പോകുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മാനസികമായ അലങ്കോലങ്ങൾ, മെന്റൽ ക്ലട്ടർ. നമ്മുടെ വീടോ ഓഫീസ് മുറിയോ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ മനസ്സിനുള്ളിലെ അലങ്കോലങ്ങൾ ആർക്കും കാണാൻ കഴിയില്ല. പൂർത്തിയാക്കാത്ത ജോലികൾ, മുൻകാല പരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഭാവിയിലെ ആശങ്കകൾ എന്നിവയെല്ലാം നമ്മുടെ തലച്ചോറിൽ കുന്നുകൂടി കിടക്കുകയാണ്. മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കുമ്പോൾ നമുക്കൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ ഉൽപാദനക്ഷമതയെ, പ്രൊഡക്ടിവിറ്റിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. മാനസിക അലങ്കോലത്തിന്റെ ലക്ഷണങ്ങൾ: ഒരേ സമയം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി ദേഷ്യം വരികയോ സങ്കടപ്പെടുകയോ ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിസിഷൻ ഫറ്റീഗ്, എപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദവും തളർച്ചയും അനുഭവപ്പെടുക. നമ്മുടെ തലച്ചോറ് ചിന്തകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് അല്ല, മറിച്ച് പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു പ്രോസസർ മാത്രമാണ്. അതിനാൽ മനസ്സിലുള്ള ചിന്തകളെ പുറത്തെടുത്ത് കൃത്യമായി ക്രമീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്? ദ സൈക്കോളജി ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുക എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപമാണ്. നാളെ ചെയ്യാം എന്നു കരുതി മാറ്റിവെക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലെ വലിയ ബാധ്യതകളായി മാറും. പലരും വിചാരിക്കുന്നത് മടികൊണ്ടാണ് കാര്യങ്ങൾ മാറ്റിവെക്കുന്നതെന്നാണ്. എന്നാൽ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ എന്നത് മടിയല്ല, മറിച്ച് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരു ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന താത്കാലികമായ വിരസതയോ ഭയമോ ഒഴിവാക്കാൻ നമ്മുടെ മനസ്സ് എളുപ്പമുള്ള മറ്റു വഴികൾ തെരഞ്ഞെടുക്കുന്നു. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്. മാറ്റിവെക്കലിന്റെ പ്രധാന കാരണങ്ങൾ: പരാജയപ്പെടുമോ എന്ന ഭയം, ഒരു കാര്യം മികച്ച രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന തെറ്റായ ചിന്ത, പെർഫെക്ഷനിസം, വ്യക്തതയില്ലായ്മ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത അവസ്ഥ, ഉടൻ ലഭിക്കുന്ന പ്രതിഫലത്തോടുള്ള താല്പര്യം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കാൾ ഇപ്പോൾ സന്തോഷം തരുന്ന ചെറിയ കാര്യങ്ങളിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടുന്നു. സമയത്തിന്റെ വിലയും വൈകിയ വേളയിലെ തിരിച്ചറിവും. വൈകിപ്പോയി എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷം. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. നമ്മൾ ഇന്ന് വിതയ്ക്കുന്നത് എന്തോ അതാണ് നാളെ കൊയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ 20കളിലോ 30കളിലോ അതോ അതിനുശേഷമുള്ള പ്രായത്തിലോ ആകാം. ഓർക്കുക, ജീവിതം ക്രമീകരിക്കാൻ ഇതിലും നല്ലൊരു സമയം ഇനി ലഭിക്കാനില്ല. ഇപ്പോൾ നിങ്ങൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ 5 വർഷത്തിന് ശേഷവും നിങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ അസംഘടിത ജീവിതം നിങ്ങൾക്ക് വരുത്തിവെക്കുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരോഗ്യം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറക്കമില്ലായ്മ, വ്യായാമക്കുറവ് എന്നിവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ബന്ധങ്ങൾ. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി സമയം മാറ്റിവെക്കാൻ കഴിയാതെ വരുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു. സാമ്പത്തികം. അനാവശ്യ ചെലവുകൾ, ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കാത്തതുകൊണ്ടുള്ള പിഴകൾ, നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാൻ ഇല്ലാത്തത്, ഇവയെല്ലാം സാമ്പത്തിക അടിത്തറ തകർക്കും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബോട്ടിൽ നെക്കുകൾ അവ കണ്ടെത്തുക.
കുപ്പിയുടെ കഴുത്ത് എത്രത്തോളം ചെറുതാണോ അത്രയും പതുക്കെയേ അതിൽ കൂടി വെള്ളം പുറത്തേക്ക് വരൂ. ഇതിനെയാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ആ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം ചോദിച്ചറിയുക. സാധാരണയായി നമുക്ക് എല്ലാവർക്കും കാണപ്പെടുന്ന ചില ബോട്ടിൽ നെക്കുകളാണ് ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ നോട്ടിഫിക്കേഷനുകൾ വരുന്നതനുസരിച്ച് ശ്രദ്ധ തിരിയുന്നത്, നോ പറയാനുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം സമയം കളഞ്ഞ് അവരുടെ ജോലികൾ ഏറ്റെടുക്കുക, അതിമോഹം, ഓവർ കമ്മിറ്റ്മെന്റ്, ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ഏറ്റെടുക്കുക, സ്വയം വിലയിരുത്തൽ, ദ മൈൻഡ് സെറ്റ് ഓഡിറ്റ് എക്സസൈസ്. ഈ 3 ചോദ്യങ്ങൾക്ക് ഒരു ഡയറിയിൽ സത്യസന്ധമായി മറുപടി എഴുതുക. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസംഘടിതമായി കിടക്കുന്ന മേഖല ഏതാണ്? ജോലി, ആരോഗ്യം, സാമ്പത്തികം, അതോ വ്യക്തിബന്ധങ്ങൾ? അതാണോ? ദിവസവും എന്റെ സമയം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോൺ ഉപയോഗം, TV, വെറുതെയുള്ള സംസാരങ്ങൾ ഏതിനു വേണ്ടിയാണ്? എന്റെ ജീവിതം ഞാൻ കൃത്യമായി ക്രമീകരിച്ചാൽ എനിക്ക് കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചെല്ലാം വിലയിരുത്തി കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്തുക. അധ്യായം 2, ടേമിംഗ് ദ ഖയോസ്, സ്ട്രാറ്റജിക് കലണ്ടറിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്. നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ സാഹചര്യങ്ങളെങ്കിലും നിങ്ങളുടെ ദിവസത്തെ നിയന്ത്രിക്കും. ഇനി നമ്മൾ കടക്കുന്നത് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ്, പ്രവർത്തനം അഥവാ ആക്ഷൻ. നിങ്ങളുടെ കയ്യിൽ എത്ര വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായാലും എത്ര മികച്ച ആശയങ്ങൾ ഉണ്ടായാലും അവയെ സമയത്തിന്റെ ചട്ടക്കൂടിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പലരും ചിന്തിക്കുന്നത് ഇത്തരം കലണ്ടർ ഉപയോഗിക്കുന്നത് വലിയ ബിസിനസ്സുകാരോ വിദേശികളോ ഒക്കെയാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും അച്ചടക്കവും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും ലളിതവും ശക്തവുമായ ആയുധമാണ് ഒരു കലണ്ടർ. ചുറ്റുമുള്ള അലങ്കോലങ്ങളെയും അടിയന്തര ഘട്ടങ്ങളെയും എങ്ങനെ തന്ത്രപരമായി മെരുക്കാം എന്ന് നമുക്ക് നോക്കാം. റിയാക്റ്റീവ് ശൈലിയിൽ നിന്ന് പ്രോ ആക്റ്റീവ് ശൈലിയിലേക്ക് മാറുക. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ഒരു റിയാക്റ്റീവ് ശൈലിയിലാണ്. എന്താണ് റിയാക്റ്റീവ് ശൈലി? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അന്നത്തെ ദിവസം നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞു തരുന്ന കാര്യങ്ങളോട് മാത്രം പ്രതികരിച്ച് ജീവിക്കുന്ന അവസ്ഥയാണിത്. ഫോണിൽ ഒരു മെസ്സേജ് വരുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പോകുന്നു. ആരെങ്കിലും വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ സ്വന്തം ജോലി മാറ്റിവെച്ച് അതിലേക്ക് ഓടുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ബില്ലടയ്ക്കാൻ ബാങ്കിലേക്ക് പായുന്നു. ദിവസം അവസാനിക്കുമ്പോൾ കടുത്ത തളർച്ച തോന്നുമെങ്കിലും ഇന്ന് ഞാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നും ഓർമ്മയുണ്ടാകില്ല. ഇവിടെ സാഹചര്യങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇതിനു പകരമായി നമ്മൾ ശീലിക്കേണ്ടത് പ്രോ ആക്റ്റീവ് ശൈലിയാണ്. ഇവിടെ നിങ്ങളുടെ സമയത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു. അപ്രതീക്ഷിതമായി വരുന്ന തടസ്സങ്ങളെ പോലും എങ്ങനെ നേരിടണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടാകും. ടൈം ബ്ലോക്കിംഗ്, സമയത്തെ വേലികെട്ടിത്തിരിക്കുക. ഒരു വലിയ ഭൂമി കൃത്യമായി അതിർത്തി തിരിച്ച് വിഭജിക്കുമ്പോൾ അതിന് ഭംഗിയും ഉപയോഗവും കൂടും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ 24 മണിക്കൂറും. ഒരു ദിവസത്തെ മണിക്കൂറുകളെ ഓരോ പ്രത്യേക ജോലികൾക്കായി മാത്രം മാറ്റിവെക്കുന്ന രീതിയെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. പലരും ചെയ്യുന്ന തെറ്റ് ഒരു ടു ഡു ലിസ്റ്റ്, ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുക മാത്രമാണ്. എന്നാൽ ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എപ്പോൾ ചെയ്യും എന്ന് തീരുമാനിക്കാറില്ല. ടൈം ബ്ലോക്കിങ്ങിൽ നിങ്ങൾ ലിസ്റ്റിലെ ഓരോ കാര്യത്തിനും കലണ്ടറിൽ ഒരു പ്രത്യേക സമയം മാറ്റിവെക്കുന്നു. ഉദാഹരണത്തിന് രാവിലെ 9 മുതൽ 10 വരെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ, 10:30 ശേഷം മറ്റു ചില ജോലികൾ. ടൈം ബ്ലോക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ. ഫോക്കസ് ബ്ലോക്സ്. നിങ്ങളുടെ ദിവസം ഏറ്റവും കൂടുതൽ ഊർജമുള്ള സമയം. കൂടുതൽ പേർക്കും ഇത് രാവിലത്തെ സമയമായിരിക്കും. ആ സമയത്ത് ഏറ്റവും കഠിനമായതും സർഗാത്മകമായതുമായ ജോലികൾക്കായി മാറ്റിവെക്കുക. ഈ സമയത്ത് ഫോൺ ഓഫ് ചെയ്യുകയോ നോട്ടിഫിക്കേഷനുകൾ സൈലന്റ് ആക്കി വെക്കുകയോ വേണം. ബഫർ ടൈം. ഒരു ബ്ലോക്ക് കഴിഞ്ഞ് അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുന്നതിനു മുമ്പ് 10 മുതൽ 15 മിനിറ്റ് വരെ ഗ്യാപ്പ് ഇടുക. മനുഷ്യർ യന്ത്രങ്ങളല്ല.
നമുക്ക് വിശ്രമിക്കാനും അടുത്ത ജോലിയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്താനും ഈ സമയം ആവശ്യമാണ്. കൂടാതെ ഒരു ജോലി തീരാൻ അല്പം വൈകിയാൽ പോലും ഇത് അടുത്ത ജോലിയെ ബാധിക്കില്ല. അഡ്മിൻ ബ്ലോക്കുകൾ: ഇമെയിലുകൾക്ക് മറുപടി നൽകുക, ബില്ലുകൾ അടയ്ക്കുക, ഫോൺ കോളുകൾ ചെയ്യുക തുടങ്ങിയ ചെറിയ ജോലികളെല്ലാം ദിവസത്തിൽ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമായി മാറ്റിവെക്കുക. ഉദാഹരണത്തിന് വൈകുന്നേരം 4 മുതൽ 4:30 വരെ. ഐസൻഹോവർ മാട്രിക്സ്: അടിയന്തിരവും പ്രധാനപ്പെട്ടതും തിരിച്ചറിയുക. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡ്വൈറ്റ് ഡി ഐസൻഹോവർ വികസിപ്പിച്ചെടുത്ത ഒരു പ്രശസ്തമായ സമയ മാനേജ്മെന്റ് തന്ത്രമാണിത്. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ ജോലികളെയും 4 ഭാഗങ്ങളായി തരംതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ക്വാഡ്രന്റ്സ്: ഫസ്റ്റ് ക്വാഡ്രന്റ് അടിയന്തിരമായത്, അർജന്റ്, ഉടൻ ചെയ്യുക, ഡു ഇറ്റ് നൗ. ഉദാഹരണം, നാളെ സമർപ്പിക്കേണ്ട പ്രോജക്റ്റ്, കടുത്ത ആരോഗ്യ പ്രശ്നം തുടങ്ങിയവ. ക്വാഡ്രന്റ് 2 അടിയന്തിരമല്ലാത്തത്, നോട്ട് അർജന്റ്. അവ കലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്യുക. ഉദാഹരണത്തിന് വ്യായാമം, ഭാവിയിലേക്കുള്ള പ്ലാനിംഗ്, പുസ്തക വായന, കുടുംബത്തോടുള്ള സമയം. ക്വാഡ്രന്റ് 3 മറ്റൊരാളെ ഏൽപ്പിക്കുക, ഡെലഗേറ്റ്. ഉദാഹരണത്തിന് അനാവശ്യ ഫോൺ കോളുകൾ, ചില ഇമെയിലുകൾ, മറ്റുള്ളവരുടെ ചില ആവശ്യങ്ങൾ. ക്വാഡ്രന്റ് 4 ഒഴിവാക്കുക, എലിമിനേറ്റ്. ഉദാഹരണത്തിന് മണിക്കൂറുകളോളമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം, വെറുതെ സമയം കളയൽ തുടങ്ങിയവ. വിജയകരമായ ജീവിതം നയിക്കുന്ന ആളുകൾ തങ്ങളുടെ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത് ക്വാഡ്രന്റ് 2-വിലാണ്, ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിയന്തിരമാകുന്നതിന് മുമ്പ് തന്നെ അവർ അത് ചെയ്തു തീർക്കുന്നു. നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് മാറ്റിവെച്ചാൽ ഭാവിയിൽ അത് കടുത്ത രോഗമായി ക്വാഡ്രന്റ് 1-ലേക്ക് വരും. ഇത് മനസ്സിലാക്കി നിങ്ങളുടെ കലണ്ടർ ക്രമീകരിക്കുക. നിങ്ങളുടെ ആഴ്ചയെ ഡിസൈൻ ചെയ്യുക. വീക്ക്ലി റിവ്യൂ ആൻഡ് പ്ലാനിംഗ്. ദിവസേനയുള്ള പ്ലാനിങ്ങിനേക്കാൾ ശക്തമാണ് വാരാടിസ്ഥാനത്തിലുള്ള പ്ലാനിംഗ്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം വരാനിരിക്കുന്ന ആഴ്ചയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ ഒരു 30 മിനിറ്റ് മാറ്റിവെക്കുക. കഴിഞ്ഞ ആഴ്ചയിലെ വിലയിരുത്തൽ: കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു? എവിടെയാണ് എൻ്റെ സമയം നഷ്ടപ്പെട്ടത്? ഇതെല്ലാം വിലയിരുത്തുക. വരാനിരിക്കുന്ന ആഴ്ചയിലെ പ്രധാന ലക്ഷ്യങ്ങൾ കുറിച്ചു വെക്കുക. ഈ ആഴ്ചയിൽ തീർച്ചയായും തീർക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് തീരുമാനിക്കുക. കലണ്ടർ അപ്ഡേറ്റ് ചെയ്യൽ: ഡോക്ടറെ കാണേണ്ട സമയം, മീറ്റിംഗുകൾ, യാത്രകൾ എന്നിവ നേരത്തെ കലണ്ടറിൽ രേഖപ്പെടുത്തുക. ഇത് ചെയ്യുന്നതിലൂടെ തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൺഫ്യൂഷനുകൾ ഒന്നുമില്ലാതെ വ്യക്തമായ ലക്ഷ്യത്തോടെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പ്രായോഗിക കലണ്ടറിംഗ് ടൂളുകൾ: ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള നിരവധി ഡിജിറ്റൽ ടൂളുകൾ ലഭ്യമാണ്. ഗൂഗിൾ കലണ്ടർ, ആപ്പിൾ കലണ്ടർ എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. നിങ്ങളുടെ ഫോണിലും ലാപ്ടോപ്പിലും ഇത് സിങ്ക് ചെയ്ത് വെക്കുക. ജോലികൾക്ക് നീല നിറം, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പച്ച നിറം, അടിയന്തര കാര്യങ്ങൾക്ക് ചുവപ്പ് നിറം. ഇങ്ങനെ കളർ കോഡിംഗ് നൽകുന്നത് കലണ്ടർ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ഇനി ഡിജിറ്റൽ ടൂളുകൾ താല്പര്യമില്ലാത്തവർക്ക് ഒരു നല്ല ഡയറിയോ പേപ്പർ കലണ്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ഉപകരണം ഏതായാലും കൃത്യത പാലിക്കുക എന്നതാണ് പ്രധാനം. ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. നാളത്തെ ദിവസത്തെ 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ച് ടൈം ബ്ലോക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫോക്കസ് സമയവും വിശ്രമവേളകളും ഉൾപ്പെടുത്തുക. ഒരു ദിവസം പോലും പാഴാക്കാതെ ഇത് തുടരുക. അലങ്കോലപ്പെട്ട നിങ്ങളുടെ ദിവസങ്ങളെ കൃത്യമായ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാൻ ഈ കലണ്ടറിംഗ് ശീലം നിങ്ങളെ സഹായിക്കും. അധ്യായം 3: ദി ചെക്ക് ലിസ്റ്റ് മാനിഫെസ്റ്റോ. വിജയത്തിലേക്കുള്ള ദൈനംദിന പടവുകൾ. ആക്ഷനബിൾ സ്റ്റെപ്പ് ഫോർ ഡെയിലി പ്രോഗ്രസ്. വലിയ വിജയങ്ങൾ എന്നത് ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ആവർത്തനമാണ്. നമ്മൾ കലണ്ടർ ഉണ്ടാക്കി, സമയത്തെ ബ്ലോക്കുകളായി തിരിച്ചു, ഏതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ വീണ്ടും ഒരു ചോദ്യം വരാം: ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? വലിയ ലക്ഷ്യങ്ങൾ പലപ്പോഴും നമ്മെ ഭയപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന്, ശരീരഭാരം കുറയ്ക്കണം അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങണം എന്നത് വലിയ ലക്ഷ്യങ്ങളാണ്. എന്നാൽ അവയെ ചെറുതാക്കി മാറ്റിയില്ലെങ്കിൽ ഭയം കാരണം നമ്മൾ ആ ജോലി ചെയ്യാൻ മടിക്കും. ഇവിടെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന ലളിതമായ ആയുധത്തിന്റെ പ്രസക്തി.
വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാർ മുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന ഡോക്ടർമാർ വരെ തങ്ങളുടെ ജോലിയിൽ തെറ്റുകൾ വരാതിരിക്കാൻ ചെക്ക് ലിസ്റ്റുകളെയാണ് ആശ്രയിക്കുന്നത്. നിങ്ങളുടെ ദിവസത്തെ ലളിതമാക്കാനും പുരോഗതി ഉറപ്പിക്കാനും ചെക്ക് ലിസ്റ്റുകൾ എങ്ങനെ സഹായിക്കുന്നു? എന്തുകൊണ്ടാണ് ചെക്ക് ലിസ്റ്റുകൾ അനിവാര്യമാകുന്നത്? നമ്മുടെ തലച്ചോറിന് ഒരു പരിധിയുണ്ട്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഓർത്തുവെക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിന് ഭാരവും സമ്മർദ്ദവും കൂടുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. മനസ്സിന് ശാന്തത ലഭിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ പേപ്പറിലേക്ക് മാറ്റുമ്പോൾ തലച്ചോറിലെ ഭാരം കുറയുന്നു, കൃത്യത കൂടുന്നു, പ്രധാനപ്പെട്ട അടിയന്തര കാര്യങ്ങൾ വിട്ടുപോകാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. ഡോപ്പമിൻ റഷ്. ലിസ്റ്റിലെ ഒരു കാര്യം ചെയ്തു തീർത്ത ശേഷം അതിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് കൂടുതൽ സന്തോഷവും അടുത്ത ജോലി ചെയ്യാനുള്ള ഊർജവും നൽകുന്നു. ഒരു മികച്ച ദൈനംദിന ചെക്ക് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം? പലരും 20-30 കാര്യങ്ങൾ ഉൾപ്പെടുത്തി വലിയ ലിസ്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. ദിവസം അവസാനിക്കുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ പോലും തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഇത് നിങ്ങളിൽ നിരാശ മാത്രമാണ് ഉണ്ടാക്കുക. അതിനായി താഴെ പറയുന്ന നിയമങ്ങൾ പാലിക്കുക. റൂൾ ഓഫ് 3. ഒരു ദിവസത്തെ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം ഒന്നാമതായി എഴുതുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക്സ്. ബാക്കി എന്ത് നടന്നില്ലെങ്കിലും ഈ 3 കാര്യങ്ങൾ ഞാൻ തീർത്തിരിക്കും എന്നുറപ്പിക്കുക. അതിനുശേഷം മാത്രം മറ്റ് ചെറിയ ജോലികൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ലളിതവും വ്യക്തവുമായിരിക്കണം ഈ ലിസ്റ്റ്. ബി സ്പെസിഫിക്. ഓഫീസ് ജോലി ചെയ്യുക എന്നെഴുതുന്നതിനു പകരം അടുത്ത മാസത്തെ പ്രോജക്റ്റ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്യുക എന്ന രീതിയിൽ കൃത്യമായി എഴുതണം. ലക്ഷ്യം എത്രത്തോളം വ്യക്തമാണോ അത്രയും വേഗത്തിൽ തലച്ചോറിന് അത് പ്രോസസ്സ് ചെയ്യാനും പ്രവൃത്തിയിലേക്ക് കടക്കാനും കഴിയും. നിങ്ങളുടെ ദിവസത്തെ ക്രമീകരിക്കേണ്ട രീതി. ഒരു ദിവസം മികച്ചതാക്കാൻ 2 പ്രധാന സമയങ്ങൾ നമ്മൾ കൃത്യമായി നിയന്ത്രിക്കണം. മോർണിംഗ് റുട്ടീനും ഈവനിംഗ് റുട്ടീനും. ഈവനിംഗ് റുട്ടീൻ രാത്രിയിലെ ഒരുക്കം. ഒരു മികച്ച ദിവസം തുടങ്ങുന്നത് ആ ദിവസം രാവിലെയല്ല, മറിച്ച് തലേ ദിവസം രാത്രിയിലാണ്. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് അടുത്ത ദിവസത്തെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന ആലോചന ഒഴിവാക്കാൻ ഇത് സഹായിക്കും. മോർണിംഗ് റുട്ടീൻ രാവിലത്തെ ഉണർവ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ നോക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിലെ ഏറ്റവും കഠിനമായ ഒന്നാമത്തെ ജോലി രാവിലെ തന്നെ ചെയ്തു തീർക്കുക. ഇതിനെ പ്രശസ്ത എഴുത്തുകാരൻ ബ്രയാൻ ട്രേസി ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നാണ് വിളിക്കുന്നത്. രാവിലത്തെ ഊർജത്തിൽ ആ കഠിനമായ ജോലി തീർത്താൽ ബാക്കി ദിവസം വളരെ എളുപ്പമായി തോന്നും. ഡിജിറ്റൽ ചെക്ക് ലിസ്റ്റുകൾ വേഴ്സസ് പേപ്പർ ചെക്ക് ലിസ്റ്റുകൾ. ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ ആപ്പുകളോ പേപ്പറോ ഉപയോഗിക്കാം. ആപ്പുകൾ ടു ഡു ലിസ്റ്റ്, ഗൂഗിൾ ടാസ്ക്സ്, ടിക്, മൈക്രോസോഫ്റ്റ് ടു ഡു എന്നിവ മികച്ച ആപ്പുകളാണ്. ഇതിൽ റിമൈൻഡറുകൾ വെക്കാനും ദിവസവും ആവർത്തിക്കുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും കഴിയും. ഉദാഹരണത്തിന് മരുന്ന് കഴിക്കുക, വ്യായാമം ചെയ്യുക, അങ്ങനെ. പേപ്പർ അല്ലെങ്കിൽ ഡയറി. ഒരു ചെറിയ പോക്കറ്റ് ഡയറിയിൽ പേന കൊണ്ട് എഴുതി വെക്കുന്നതും ജോലി കഴിഞ്ഞ ശേഷം അത് വെട്ടിമാറ്റുന്നതും തരുന്ന സംതൃപ്തി വലുതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് ഒരു പേപ്പറോ ഫോണോ എടുക്കുക. നാളെ നിങ്ങൾ തീർക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കുറിച്ചു വെക്കുക. നാളെ രാവിലെ എഴുന്നേറ്റ് മറ്റെന്തിലേക്ക് കടക്കുന്നതിനു മുമ്പും ആ 3 കാര്യങ്ങളിൽ ആദ്യത്തേത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വലിയ മലകളെയെല്ലാം ചെറിയ കല്ലുകളായി മാറ്റി ഓരോന്നായി നീക്കം ചെയ്യുന്ന ഈ തന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ദിവസേനയുള്ള പുരോഗതിയെ നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളുമായി, ലോങ് ടേം ഗോൾസുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. അധ്യായം 4. ഡിസ്ട്രാക്ഷൻ പ്രൂഫിംഗ്. ശ്രദ്ധയെ തിരിക്കുന്നവയെ പ്രതിരോധിക്കൽ. ഷീൽഡിംഗ് യുവർ ഫോക്കസ്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഊർജം പ്രവഹിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്.
നമ്മൾ മികച്ച ഒരു കലണ്ടർ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റും തയ്യാറാക്കി വെച്ചു എന്ന് കരുതുക. എന്നാൽ ജോലി തുടങ്ങി കൃത്യം 5-ാം മിനിറ്റിൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. കേവലം ഒരു മെസ്സേജ് നോക്കാൻ വേണ്ടി നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നു. എന്നാൽ ഇൻസ്റ്റഗ്രാമിലെ റീലുകളിലൂടെയും വാട്സാപ്പ് സ്റ്റാറ്റസുകളിലൂടെയും സ്ക്രോൾ ചെയ്ത് ബോധം വരുമ്പോൾ അരമണിക്കൂറിലധികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇത് ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. എത്ര നല്ല പ്ലാൻ ഉണ്ടായാലും ചുറ്റുമുള്ള ശ്രദ്ധാഭംഗങ്ങളെ, ഡിസ്ട്രാക്ഷൻസിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമയം ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശ്രദ്ധയെ ഒരു കോട്ട പോലെ എങ്ങനെ സംരക്ഷിക്കാം? ആന്തരികവും ബാഹ്യവുമായ തടസ്സങ്ങൾ, ഇന്റേണൽ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ്. ശ്രദ്ധയെ തിരിക്കുന്ന ഘടകങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിക്കാം. ബാഹ്യ തടസ്സങ്ങൾ, എക്സ്റ്റേണൽ, ഫോൺ കോളുകൾ, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ, സഹപ്രവർത്തകരുടെയോ കുടുംബാംഗങ്ങളുടെയോ അനാവശ്യമായ ഇടപെടലുകൾ, ചുറ്റുമുള്ള ബഹളങ്ങൾ എന്നിവ. ആന്തരിക തടസ്സങ്ങൾ, ഇന്റേണൽ, ജോലി ചെയ്യുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മറ്റ് ചിന്തകൾ. രാത്രി എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടത്, അയാൾ ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തുടങ്ങിയവ. ബാഹ്യ തടസ്സങ്ങളെ സാങ്കേതിക വിദ്യയിലൂടെയും അച്ചടക്കത്തിലൂടെയും മാറ്റാൻ എളുപ്പമാണ്. എന്നാൽ ആന്തരിക തടസ്സങ്ങളെ മാറ്റാൻ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ഫോക്കസ് മോഡ് സജ്ജമാക്കുക. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും അതിനനുസരിച്ച് മാറ്റിയെടുക്കണം. ഡിജിറ്റൽ അതിർത്തികൾ. ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലാക്കുക. സോഷ്യൽ മീഡിയ ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുക. ഭൗതികമായ അന്തരീക്ഷം. നിങ്ങളുടെ മേശപ്പുറം വൃത്തിയായി സൂക്ഷിക്കുക. അലങ്കോലമായി കിടക്കുന്ന മേശ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഹെഡ്ഫോൺ തന്ത്രം. ഓഫീസിലോ വീട്ടിലോ ആണെങ്കിൽ കാതിൽ ഹെഡ്ഫോൺ വെക്കുന്നത് പാട്ട് കേട്ടില്ലെങ്കിൽ പോലും ഞാനൊരു പ്രധാന ജോലിയിലാണ്, എന്നെ ശല്യപ്പെടുത്തരുത് എന്നൊരു സന്ദേശം ചുറ്റുമുള്ളവർക്ക് നൽകും. പൊമഡോറോ ടെക്നിക്. മനുഷ്യന്റെ തലച്ചോറിന് ഒരേ സമയം മണിക്കൂറുകളോളം പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കാൻ കഴിയില്ല. ഇതിനുള്ള ഏറ്റവും മികച്ച പരിഹാരമാണ് ഫ്രാൻസിസ്കോ സിറിലോ വികസിപ്പിച്ചെടുത്ത പൊമോഡോറോ രീതി. 25 മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടെ ജോലി ചെയ്യുക. ഫോണോ മറ്റ് തടസ്സങ്ങളോ പാടില്ല. അതിനുശേഷം 5 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് എടുക്കുക. എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം. ഫോൺ നോക്കരുത്. ഈ 30 മിനിറ്റ് ചേർന്നതിനെ ഒരു പൊമഡോറോ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള 4 പൊമഡോറോകൾക്ക് ശേഷം 15 മുതൽ 30 മിനിറ്റുള്ള വലിയൊരു ബ്രേക്ക് എടുക്കാം. ഈ ചെറിയ സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ മനസ്സിന് മടി തോന്നാതെ വേഗത്തിൽ ജോലി ചെയ്തു തീർക്കാൻ ഇത് സഹായിക്കും. ചിന്തകളുടെ കുപ്പത്തൊട്ടി, ദ ബ്രെയിൻ ഡംപ് നോട്ട് പാഡ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ മറന്നു, അല്ലെങ്കിൽ സുഹൃത്തിനെ വിളിക്കണമായിരുന്നു എന്നിങ്ങനെയുള്ള ചിന്തകൾ വരാം. അപ്പോൾ തന്നെ ആ ജോലി നിർത്തി ബില്ലടയ്ക്കാൻ പോയാൽ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നഷ്ടപ്പെടും. ഇതിനുള്ള പരിഹാരം നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു റഫ് നോട്ട് പാഡ് സൂക്ഷിക്കുക എന്നതാണ്. ജോലി ചെയ്യുമ്പോൾ വരുന്ന ഇത്തരം അനാവശ്യ ചിന്തകളെല്ലാം ആ പേപ്പറിലേക്ക് അപ്പോൾ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് തലച്ചോറിനോട് പറയുക, ഇത് ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ട് നോക്കിക്കോളാം. ഇത് നിങ്ങളുടെ ശ്രദ്ധ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. അടുത്ത തവണ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനിരിക്കുമ്പോൾ 25 മിനിറ്റിലേക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്യുക. ആ 25 മിനിറ്റ് തീരുന്നത് വരെ ഫോൺ തൊടുകയോ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയോ ഇല്ല എന്ന് സ്വയം ഉറപ്പിച്ചു പറയുക. ഈ ചെറിയ പരിശീലനം നിങ്ങളുടെ ശ്രദ്ധാശേഷി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. ചുറ്റുമുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കൂ. അധ്യായം 5. മാപ്പിംഗ് ദ ഫ്യൂച്ചർ. ദീർഘകാല ലക്ഷ്യങ്ങളും ജീവിതപാതയും. ലോങ് ടേം ഗോൾസ് ആൻഡ് ലൈഫ് പാത്സ്. ദിശയില്ലാത്ത യാത്രക്കാരന് കാറ്റിന്റെ ഗതി ഒരിക്കലും അനുകൂലമാകില്ല. ലക്ഷ്യസ്ഥാനം എവിടെയെന്നറിയുന്നവന് മാത്രമേ ശരിയായ പാത തെരഞ്ഞെടുക്കാൻ കഴിയൂ. ദിവസേനയുള്ള ജോലികളെല്ലാം നമ്മെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട്, വിഷൻ നമുക്കുണ്ടായിരിക്കണം. ഒരു ദൂരദർശിനിയിലൂടെ, ടെലസ്കോപ്പിലൂടെ നോക്കുന്നത് പോലെ നിങ്ങളുടെ ഭാവിയെ ദൂരേക്ക് നോക്കി കാണാനും അതിനനുസരിച്ച് പാതകൾ വെട്ടിത്തെളിക്കാനും പഠിക്കുന്ന ഒരു ഘട്ടമാണിത്. പലരും ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഒടുവിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ ഓടുന്നുണ്ട്, പക്ഷെ തെറ്റായ ദിശയിലാണെന്ന് മാത്രം. നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ എങ്ങനെ കൃത്യമായി നിർവചിക്കാം?
അതിലേക്ക് എങ്ങനെ അടിയുറച്ച ചുവടുകൾ വെക്കാം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് നിങ്ങളുടെ വടക്കുനോക്കി യന്ത്രം, ദി നോർത്ത് സ്റ്റാർ? പണ്ട് കാലത്ത് നാവികർ കടലിൽ വഴി തെറ്റാതിരിക്കാൻ ധ്രുവ നക്ഷത്രത്തെ, നോർത്ത് സ്റ്റാറിനെ നോക്കിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അതുപോലൊരു ധ്രുവ നക്ഷത്രം ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ലൈഫ് വിഷൻ എന്ന് പറയുന്നത്. അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഏത് നിലയിൽ എത്തിച്ചേരണം, നിങ്ങളുടെ കരിയർ എവിടെയായിരിക്കണം, സാമ്പത്തിക നിലവാരം എത്രത്തോളം ഉയരണം, നിങ്ങളുടെ കുടുംബ ജീവിതവും ആരോഗ്യവും ഏതവസ്ഥയിലായിരിക്കണം, ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്തുക. ഈ വലിയ ദർശനമാണ് നിങ്ങളുടെ ദിവസേനയുള്ള ചെക്ക് ലിസ്റ്റുകൾക്ക് അർത്ഥം നൽകുന്നത്. ലക്ഷ്യമില്ലാത്ത ദിവസം വെറും മെക്കാനിക്കലായ ജോലികൾ മാത്രമായി അവശേഷിക്കും. എന്നാൽ വലിയൊരു ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് ബോധ്യം വരുമ്പോൾ ഓരോ ചെറിയ ജോലിയും നിങ്ങൾക്ക് ആവേശം തരും. സ്മാർട്ട് ഗോൾസ് നിശ്ചയിക്കുക. ലക്ഷ്യങ്ങൾ എപ്പോഴും മനസ്സിൽ മാത്രം സൂക്ഷിക്കേണ്ട ഒന്നല്ല, അവ വ്യക്തമായി എഴുതി വെക്കപ്പെടണം. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട സ്മാർട്ട് ഫോർമുല ഉപയോഗിക്കുക. സ്പെസിഫിക്, എനിക്ക് കുറെ പണം സമ്പാദിക്കണം എന്ന് പറയുന്നതിനു പകരം എനിക്ക് ഇത്ര തുക ബാങ്ക് അക്കൗണ്ടിൽ വേണം എന്ന് വ്യക്തമാക്കുക. മെഷറബിൾ, നിങ്ങളുടെ പുരോഗതി അളക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന് 10 കിലോഗ്രാം ഭാരം കുറയ്ക്കണം എന്ന രീതിയിൽ. അച്ചീവബിൾ, ലക്ഷ്യങ്ങൾ വലുതായിരിക്കണം, എന്നാൽ അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാകണം. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാകാം എന്ന് കരുതുന്നത് പ്രായോഗികമല്ല. റെലവന്റ്, അനുയോജ്യമായത്, ആ ലക്ഷ്യം നിങ്ങളുടെ ജീവിത മൂല്യങ്ങളുമായി ഒത്തുപോകുന്നതായിരിക്കണം. ടൈം ബൗണ്ട്, സമയബന്ധിതം, ഞാൻ ഒരു വീട് വെക്കും എന്നല്ല, 2030 ഡിസംബറിന് മുമ്പ് ഞാൻ വീട് വെക്കും എന്ന് സമയപരിധി നിശ്ചയിക്കുക. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ലക്ഷ്യങ്ങളെ ചെറുതാക്കുക. 5 വർഷത്തെ വലിയൊരു ലക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത് അസാധ്യമാണെന്ന് തോന്നാം. ഇവിടെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന തന്ത്രം ഉപയോഗിക്കേണ്ടത്. വലിയ ലക്ഷ്യത്തെ പുറകോട്ട് ചിന്തിച്ച് ചെറിയ ഭാഗങ്ങളാക്കുക. 5 വർഷത്തെ ലക്ഷ്യം, സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങുക. 1 വർഷത്തെ ലക്ഷ്യം, കമ്പനിക്ക് ആവശ്യമായ കോഡിംഗ് സ്കില്ലുകൾ പഠിക്കുകയും ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുക. ഈ മാസത്തെ ലക്ഷ്യം, ഒരു പ്രത്യേക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഴ്സിൽ ചേരുക. ഈ ആഴ്ചയിലെ ലക്ഷ്യം, ആ കോഴ്സിലെ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ കണ്ടു തീർക്കുക. ഇന്നത്തെ ലക്ഷ്യം, ഇന്ന് വൈകുന്നേരം 1 മണിക്കൂർ കോഴ്സിന്റെ ആദ്യ വീഡിയോ കാണുക. ഈ ഒരു ഉദാഹരണത്തിലേതുപോലെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു നോക്കൂ. 5 വർഷത്തെ വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ ഇന്നത്തെ 1 മണിക്കൂറിന്റെ ജോലിയായി ചുരുങ്ങി. ഇതാണ് വിജയത്തിന്റെ രഹസ്യം. ജീവിതത്തിന്റെ വിവിധ മേഖലകളെ ബാലൻസ് ചെയ്യുക. ദ വീൽ ഓഫ് ലൈഫ്. വിജയം എന്നത് കേവലം ബാങ്ക് അക്കൗണ്ടിലെ പണമോ ഓഫീസിലെ ഉയർന്ന പദവിയോ മാത്രമല്ല. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ പ്രധാനപ്പെട്ട 4 മേഖലകളിലും ഒരുപോലെ പുരോഗതി ഉണ്ടാകണം. കരിയറും സാമ്പത്തികവും, കരിയർ ആൻഡ് ഫിനാൻസ്, നിങ്ങളുടെ ജോലി, ബിസിനസ്, വരുമാനം, നിക്ഷേപങ്ങൾ. ആരോഗ്യം, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ശാരീരിക ക്ഷമത, മാനസികാരോഗ്യം, കൃത്യമായ ഭക്ഷണം, വ്യായാമം. ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്, പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായുള്ള ആത്മബന്ധം. വ്യക്തിത്വ വികസനം, പേഴ്സണൽ ഗ്രോത്ത്, പുതിയ അറിവുകൾ നേടൽ, വായന, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന ഹോബികൾ. കരിയറിൽ മാത്രം ശ്രദ്ധിക്കുകയും ആരോഗ്യം അവഗണിക്കുകയും ചെയ്താൽ ഭാവിയിൽ പണം ഉണ്ടാകുമ്പോൾ അത് ആസ്വദിക്കാൻ ആരോഗ്യം ഉണ്ടാകില്ല. അതിനാൽ ഈ എല്ലാ മേഖലകളിലും ചെറിയ ദീർഘകാല ലക്ഷ്യങ്ങളെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക. ഒരു പേപ്പറും പേനയും എടുത്ത് ശാന്തമായ ഒരിടത്തിരിക്കുക. അടുത്ത 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 മേഖലകളിൽ, ആരോഗ്യം, കരിയർ, ബന്ധങ്ങൾ, ഇവയിൽ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രധാന ലക്ഷ്യങ്ങൾ വീതം എഴുതുക. തുടർന്ന് അതിലേക്ക് എത്താൻ ഈ ആഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു കാര്യം കണ്ടെത്തി നിങ്ങളുടെ കലണ്ടറിലേക്ക് മാറ്റുക. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള കൃത്യമായ വഴിവിളക്കായി ഈ ലൈഫ് മാപ്പ് മാറും. അധ്യായം 6. ദി പവർ ഓഫ് മെയിൻ്റനൻസ്. ജീവിതകാലം മുഴുവൻ ഓർഗനൈസ്ഡ് ആയിരിക്കാം. സ്റ്റേയിങ് ഓർഗനൈസ്ഡ് ഫോർ എ ലൈഫ് ടൈം. ഒരു പുതിയ ശീലം തുടങ്ങുക എന്നത് എളുപ്പമാണ്. എന്നാൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി നിലനിർത്തുന്നതിലാണ് യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പലരും ആവേശത്തോടെ കാര്യങ്ങൾ തുടങ്ങുമെങ്കിലും കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ പഴയ മടിയുടെയും അലസതയുടെയും ലോകത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു.
ഇതിനെ ഓർഗനൈസേഷണൽ റീലാപ്സ് എന്ന് വിളിക്കുന്നു. വീട് ഒരിക്കൽ വൃത്തിയാക്കിയാൽ മാത്രം പോരാ, അതെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ദിവസവും അല്പം ശ്രദ്ധ വേണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഇങ്ങനെ കെട്ടിപ്പടുത്ത നല്ല ശീലങ്ങൾ തകർന്നു പോകാതെ ജീവിതകാലം മുഴുവൻ എങ്ങനെ കൊണ്ടുപോകാം? ടു ദി പോയിന്റ് സിസ്റ്റങ്ങൾ ലളിതമാക്കുക. നമ്മുടെ ഓർഗനൈസേഷൻ രീതികൾ എപ്പോഴും ലളിതമായിരിക്കണം. സങ്കീർണമായ ആപ്പുകളും 100 നിയമങ്ങളും ഒക്കെയുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു മടി തോന്നും. നിങ്ങളുടെ കലണ്ടറും ചെക്ക് ലിസ്റ്റും നോക്കാൻ ദിവസവും പരമാവധി 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രം മാറ്റിവെക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന വീക്കിലി റിവ്യൂ നിങ്ങളുടെ ശീലങ്ങളുടെ ദിശ തെറ്റുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ്. അതൊരിക്കലും മുടക്കരുത്. 2 ദിവസത്തെ നിയമം, ദ 2-day റൂൾ. മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ നമ്മുടെ പ്ലാനുകളെല്ലാം തെറ്റിപ്പോകാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു യാത്ര, അസുഖങ്ങൾ അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകൾ, അവ കാരണം കലണ്ടറും ചെക്ക് ലിസ്റ്റും കൃത്യമായി നോക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ അവിടെയാണ് നിങ്ങൾ ഈ നിയമം ഓർക്കേണ്ടത്. ഒരു ശീലം തുടർച്ചയായി 2 ദിവസം മുടങ്ങാൻ അനുവദിക്കരുത്. ഒരു ദിവസം നിങ്ങളുടെ വ്യായാമമോ പ്ലാനിങ്ങോ മുടങ്ങിയാൽ സ്വയം കുറ്റപ്പെടുത്തരുത്. എന്നാൽ അടുത്ത ദിവസം തീർച്ചയായും ആ ശീലത്തിലേക്ക് തിരികെ വരിക. ഒരു ദിവസം മുടങ്ങുന്നത് ഒരു അബദ്ധമാണ്. എന്നാൽ തുടർച്ചയായി 2 ദിവസം മുടങ്ങുന്നത് ഒരു പുതിയ മോശം ശീലത്തിന്റെ തുടക്കമാണ്. ഡിജിറ്റൽ ഡിറ്റോക്സ്. ശ്രദ്ധ തിരിക്കുന്നവയെ അകറ്റി നിർത്തുക. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓർഗനൈസേഷനെ തകർക്കുന്ന ഏറ്റവും വലിയ വില്ലൻ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളാണ്. ഫോണിലേക്ക് വരുന്ന ഓരോ അനാവശ്യ മെസ്സേജും നിങ്ങളുടെ ശ്രദ്ധയെയും സമയത്തെയും കവർന്നെടുക്കുന്നുണ്ട്. ദിവസത്തിൽ ഒരു നിശ്ചിത സമയം ഫോൺ പൂർണ്ണമായും മാറ്റിവെക്കുക. ജോലിക്കിടയിൽ ഫോൺ മറ്റൊരു മുറിയിലോ ബാഗിലോ വെക്കുന്നത് നിങ്ങളുടെ ഉൽപാദനക്ഷമതയെ ഇരട്ടിയാക്കും. ഫോണിലെ അനാവശ്യ ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്തു വെക്കുക. ജീവിതത്തിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക. അഡാപ്റ്റബിലിറ്റി. ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. നിങ്ങളുടെ ജോലി മാറാം, വിവാഹം കഴിക്കാം, കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരാം. ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ പഴയ ടൈം ടേബിളും കലണ്ടറും പ്രായോഗികമല്ലാതെ വരാം. അത്തരം ഘട്ടങ്ങളിൽ കടുംപിടുത്തം പിടിക്കാതെ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കലണ്ടറും ശീലങ്ങളും റീഡിസൈൻ ചെയ്യുക. ഓർഗനൈസേഷൻ എന്നത് നിങ്ങളുടെ ജീവിതത്തെ തളച്ചിടാനുള്ള ഒരു ജയിലല്ല, മറിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും തരാനുള്ള ഒരു സുഹൃത്താണ്. വായനയിലൂടെ മാത്രം നിങ്ങളുടെ ജീവിതം മാറില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ എപ്പോഴാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്, അന്നാണ് നിങ്ങളുടെ യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. നമ്മുടെ മുൻപിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ പഴയതുപോലെ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ച് സമയമില്ല എന്ന് പരാതി പറഞ്ഞ് കടുത്ത സമ്മർദ്ദത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ സമയത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്ത് സമാധാനത്തോടെ എന്നാൽ ലക്ഷ്യബോധത്തോടെ ഒരു പുതിയ ജീവിതം നയിക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. സമയം അതിക്രമിച്ചിട്ടില്ല. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതം ക്രമീകരിച്ചു തുടങ്ങൂ. അതിനാൽ ഇന്നു മുതൽ മനസ്സിനെ ഓഡിറ്റ് ചെയ്യുക. മടിയെയും മാനസിക അലങ്കോലങ്ങളെയും തിരിച്ചറിഞ്ഞ് മാറ്റാൻ തയ്യാറാവുക. കലണ്ടർ ഉപയോഗിക്കുക. ടൈം ബ്ലോക്കിങ്ങിലൂടെ നിങ്ങളുടെ ദിവസത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കുക. ദിവസവും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കണിശമായി ചെയ്തു തീർക്കുക. ലൈഫ് മാപ്പ് തയ്യാറാക്കുക. വലിയ സ്വപ്നങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇന്നത്തെ ജോലികളാക്കി മാറ്റുക. സിസ്റ്റം നിലനിർത്തുക. ലളിതമായ നിയമങ്ങളിലൂടെ നല്ല ശീലങ്ങൾ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുക. നിങ്ങളുടെ വിജയകരമായ പുതിയ ജീവിതയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.